ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിത മുത്തുകൾ പറയാറുണ്ട്, അപാര ബുദ്ധിയാണ് ഖുത്ബുൽ ആലം CM വലിയുള്ള പാപ്പാക്കിയെന്ന്. ഒരു 8 മാസം മുമ്പ് ഒരു സബക്ക് ഉസ്താദിൽ നിന്ന് കേട്ടതാണെങ്കിൽ 8 മാസം മുമ്പ് കേട്ടതാണോ അത് ചോദിച്ചാലും അന്ന് എങ്ങനെയാണ് വിവരിച്ചിരുന്നത്, 2 മണിക്കൂറായാലും 3 മണിക്കൂറായാലും ഏത് രൂപത്തിൽ ആ ശൈലിയിൽ തന്നെ വിവരിച്ചു കൊടുക്കും. അവ ശംസുലമ പറഞ്ഞു ഹസൻ മുസ്ലിയാരോട്, ഹസനെ നിങ്ങൾ ഏർപ്പാട് നോക്കി നടന്നു, ഹസന്റെ പണി നോക്കി നടന്നോളൂ, അവരെ കാര്യം നോക്കി നടക്കണ്ട. മഹാനായ ശൈഖുന ഖുത്ബുൽ ആലം CM വലിയുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ശൈഖുന ആരാണ് എന്ന് സമൂഹത്തിന്റെ മുന്നിൽ വിവരിച്ചു കൊടുത്ത, ആരാണ് ശൈഖുന എന്ന് കാണിച്ചു കൊടുത്ത, വിവരിച്ചു കൊടുത്തവരിൽ പ്രമുഖരാണ് ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ. ബഹുമാനപ്പെട്ട ശൈഖുന EK ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദ വലിയ മഹാനാണ്. ഇന്ന് കാണുന്ന പ്രസ്ഥാന കുടുംബത്തിന് വലിയ വെളിച്ചം നൽകിയൊരു മുത്താണ്. MA എൻ്റെ ഓരോ ശ്വാസവും ബഹുമാനപ്പെട്ട ശൈഖുന നൂറുൽ ഉലമയോടാണ് ചോദിക്കുന്നത്. MA എൻ്റെ ഓരോ ശ്വാസവും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ചെലവഴിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റൂലേ? ആ സമയം ശൈഖുന നൂറുൽ ഉലമ പറഞ്ഞ മറുപടി അവിടത്തേക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പറയാൻ പറ്റുക? ആരോ കുറിച്ചാ പറയുന്നത്? ശൈഖുന EK ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദ വലിയ മഹാനാണ്. ഹസൻ ഉസ്താദ് അതുപോലെ തന്നെ ശൈഖുനയും ശംസുൽ ഉലമയുടെ അരികിൽ പഠിക്കുന്ന കാലം ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിത മുത്തുകൾ പറയാറുണ്ട്, അപാര ബുദ്ധിയാണ് ഖുത്ബുൽ ആലം CM വലിയുള്ള പാപ്പാക്കിയെന്ന് ഇന്നും ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാര് പറയാറുണ്ട്. കിതാബ് ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു 8 മാസം മുമ്പ് ഒരു സബക്ക് ഉസ്താദിൽ നിന്ന് കേട്ടതാണെങ്കിൽ 8 മാസം മുമ്പ് കേട്ടതാണോ അത് ചോദിച്ചാലും അന്ന് എങ്ങനെയാണ് വിവരിച്ചിരുന്നത്, 2 മണിക്കൂറായാലും 3 മണിക്കൂറായാലും ഏത് രൂപത്തിൽ ആ ശൈലിയിൽ തന്നെ വിവരിച്ചു കൊടുക്കും. ഒരു പ്രാവശ്യം ഒന്ന് കിതാബ് തുറന്ന് ഓതി നോക്കേണ്ട ആവശ്യം വരില്ല. അത് അല്ലാഹു തആല പ്രത്യേകമായി കൊടുത്ത വലിയൊരു ഹല്ലായിരുന്നു. അപ്പോ ഒരിക്കൽ ബഹുമാനപ്പെട്ട ശൈഖുന EK ഹസൻ മുസ്ലിയാർ മഹാനവറുകൾ പറഞ്ഞു ശംസുൽ ഉലമയോടാണ്. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ശൈഖുനെ കുറിച്ചാ പറയുന്നത്. ആള് കിതാബ് സബുക്കിലൊക്കെ വന്ന് റാഹത്തോടെ ഇരിക്കും, പോയിട്ട് ഓതി 2ാം ദർസിലും 1ാം ദർസിലും ഒക്കെ ഉണ്ടാവും. ഓതുന്ന പരിപാടില്ല, ഓതുന്ന പതിവ് കാണുന്നില്ല. അവ ശംസുലമ പറഞ്ഞു ഹസൻ മുസ്ലിയാരോട്, ഹസനെ നിങ്ങൾ ഏർപ്പാട് നോക്കി നടന്നു, ഹസന്റെ പണി നോക്കി നടന്നോളൂ, അവരെ കാര്യം നോക്കി നടക്കണ്ട, നാളെ അങ്ങോട്ട് വരും കാണിച്ചു തരാം. ശംസുൽ ഉലമ എങ്ങാനും ചോദിക്കാൻ പുറപ്പെട്ടാല്, ചോദ്യം ചെയ്യാൻ പുറപ്പെട്ട പിന്നെ അതിന്റെ അവസ്ഥ എന്താ? നാളങ്ങോട്ട് വരും കാണിച്ചു തരാറ്. സബുക്കിൽ ചെന്നു. മാഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ശംസുൽ ഉലമ എന്ത് ചോദിച്ചോ EK ഹസൻ ഉസ്താദ് തൊട്ട് മറ്റുള്ള ശരീക്കന്മാർക്കൊന്നും കിട്ടുന്നില്ല. പക്ഷെ ശൈഖുനയോട് എന്ത് ചോദിച്ചാലും തബസ്സുമോടെ പുഞ്ചിരിയോടെ എല്ലാത്തിനും ഇങ്ങനെ മറുപടി പറയും. മാഷാ അല്ലാഹ്. അപ്പൊ ശംസുൽ ഉലമ EK ഹസൻ മുസ്ലിയാരോട് ഉസ്താദിനോട് ചോദിച്ചു, ഹസനെ ഇപ്പൊ തിരിഞ്ഞോ, ആരാണ് CM എന്ന്? ശൈഖുനെ കുറിച്ച് വേറെ പേരാ പറഞ്ഞു, നമുക്കത് പറയാൻ പേടിയാ. ആരാണ് അവരെന്ന് ഇപ്പൊ തിരിഞ്ഞു ഹസനെ? സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ശൈഖുനെ കുറിച്ച് ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുകൾ ഹസൻ ഉസ്താദിന്റെ അരികിൽ ശരീക്കന്മാരായി പഠിച്ചിരുന്ന അന്നത്തെ സഹോദരങ്ങൾ, ആളുകൾ, മഹാന്മാർ, ആലിമീങ്ങൾ, ആരിഫീങ്ങൾ ഇപ്പോഴും പറയാറുണ്ട്. അൽഹംദുലില്ലാഹ്. ഉസ്താദുമാരിൽ നിന്ന് കേട്ട രംഗങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ പണ്ഡിത മുത്തുകളും അഹ്ലുസുന്നയിലെ സുന്നത്ത് ജമാഅത്തിലെ
ചിലപ്പോ സംഘടനാപരമായി അഭിപ്രായ വ്യത്യാസമുള്ള ഉസ്താദുമാർ എല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിത മുത്തുകളിൽ എല്ലാവരും ശൈഖിനെ കുറിച്ച് അത് വല്ലാത്ത ഒരു ഹൈബത്തോടെ മഹബത്തോടു കൂടെ തന്നെയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും മഹാനായ ശൈഖുന താജുൽ ഉലമയും ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ശൈഖുന ആരാണെന്ന് മഹാനായ ശൈഖുന ഖുത്ബുൽ ആലം സിയം വലിയുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ശൈഖുന ആരാണ് എന്ന് സമൂഹത്തിന്റെ മുന്നിൽ വിവരിച്ചു കൊടുത്ത, ആരാണ് ശൈഖുന എന്ന് കാണിച്ചു കൊടുത്ത, വിവരിച്ചു കൊടുത്തവരിൽ പ്രമുഖരാണ് ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ചെറിയ തൗഫീഖൊന്നല്ല ശൈഖുന കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ ബന്ധം, ഇവിടത്തുമായുള്ള ബന്ധം അത് ചെറുതൊന്നല്ല, വലിയ ബന്ധമാണ്. ഞാൻ പറയുന്നത് ഈ പണ്ഡിത മുത്തുകൾ എല്ലാവരും ശൈഖുന ആരാണെന്ന് സമൂഹത്തിന് വിവരിച്ചു. മാത്രമല്ല അവരൊക്കെയും വലിയുല്ലാഹി സിയം വലിയുല്ലാഹ് ഇന്ന് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ഹൃദയത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള സുന്നത്തായ ഒരു ചെറിയ കാര്യം കൽപ്പിച്ചുവെങ്കിൽ അതെല്ലാം ജീവിതത്തിൽ ഒന്നും ഒഴിവാക്കൂല. ഒരു സുന്നത്ത് നോമ്പാവട്ടെ, വധു നമ്മൾ പെട്ടെന്ന് അർജന്റ് കുട്ടി വധു എടുത്തു പോവില്ലേ, അതെല്ലാം ആ വധുവിന്റെ താമായ രൂപത്തിൽ തന്നെ വധു എടുക്കുന്നത് പ്രവൃത്തിയാലാവട്ടെ കൗലം നിലക്കാവട്ടെ എല്ലാം. ഒരു സുന്നത്ത് നിസ്കരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം അതിൻ്റെ പരിപൂർണ രൂപത്തിൽ. അവിടുന്ന് ഓരോന്നും മാത്രമല്ല, അവിടുന്ന് സുഹുദുമായി മാഷെല്ലാം ത്യജിച്ച് നടന്ന ആ സമയം, ആ സമയത്തെക്കുറിച്ച് മഹത്തുക്കൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ഖൽബിലുണ്ടായിരുന്നത് മദീന, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂലുള്ളയും അവിടുന്ന് കിടക്കുന്ന മദീന പൂന്തോപ്പ്, അത് വല്ലാതെ ശൈഖുനയുടെ ഖൽബിൽ പതിഞ്ഞിരുന്ന കാഴ്ച. പഠിക്കുന്ന കാലത്ത് മദീനയുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ അത് പറയുന്നതും അതുമായുള്ള ഒരു പ്രത്യേകമായ ഇഷ്ട് അത് വിവരിക്കുന്നത് ഉസ്താദുമാർ പഠിപ്പിച്ചത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏത് മഹത്തുക്കളുടെയും ഉയർച്ചയുടെ സബബ് അല്ലെങ്കിൽ എല്ലാം അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം